ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ സെക്ഷൻ 56 സെക്ഷൻ 81 പറയുന്ന ഡോക്ട്രിൻ ഓഫ് മാർഷലിംഗ്. ഉദാഹരണത്തിന് 3 വ്യക്തികളുണ്ട്, എ, ബി, സി. എ എന്ന വ്യക്തിയുടെ പേരിൽ 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രോപ്പർട്ടി എക്സും പ്രോപ്പർട്ടി വൈയും. ഒരു ദിവസം ഈ എ തൻ്റെ 2 പ്രോപ്പർട്ടീസും ബി എന്ന വ്യക്തിയുടെ പേരിലേക്ക് മോർഗേജ് ചെയ്യുകയാണ്. മറ്റൊരു ദിവസം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേ വ്യക്തി, എ എന്ന വ്യക്തി, തൻ്റെ പ്രോപ്പർട്ടിയായ വൈ മാത്രം, എക്സും വൈയും ഉണ്ട്, എന്നാൽ വൈ മാത്രം അദ്ദേഹം സി എന്നൊരു വ്യക്തിയുടെ സബ്സീക്വന്റ് മോർഗേജായ സി എന്ന വ്യക്തിയുടെ പേരിൽ മോർഗേജ് ചെയ്യുകയോ അല്ലെങ്കിൽ സി എന്ന വ്യക്തിക്ക് സെയിൽ ചെയ്യുകയോ ചെയ്യുകയാണ്. ഇപ്പോൾ ബി എന്ന വ്യക്തിയുടെ ഡിയുടെ സമയമായി, എ കാശൊന്നും അടച്ചു തീർത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ബിക്ക് തൻ്റെ പേരിൽ മോർഗേജ് ചെയ്യപ്പെട്ടിരിക്കുന്ന 2 വസ്തുക്കൾക്കും എതിരായിട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കും. എന്നാൽ തൻ്റെ മോർഗേജ് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി വൈ വേറൊരാളുടെ പേരിൽ ഇപ്പോൾ മോർഗേജ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം, ബി എന്ന വ്യക്തി, ആദ്യം വേറൊരാളുടെ പേരിൽ മോർഗേജ് ചെയ്യപ്പെട്ടിരിക്കുന്ന വൈ എന്ന പ്രോപ്പർട്ടിയിലോട്ടാണ് ആദ്യം അവകാശവാദം ഉന്നയിക്കുന്നതെങ്കിൽ സി എന്ന വ്യക്തിക്ക് തിരിച്ചൊരു അവകാശം അല്ലെങ്കിൽ തിരിച്ചൊരു റൈറ്റ് അദ്ദേഹത്തിനുണ്ട്. സിക്ക് ബിയോട് അപേക്ഷിക്കാം. വൈ എന്ന പ്രോപ്പർട്ടിയോട് ആദ്യം ക്ലെയിം എടുക്കുന്നതിന് മുമ്പ് എക്സ് എന്ന പ്രോപ്പർട്ടിയോട് ആദ്യം ക്ലെയിം എടുക്കുവാനും അതിൽ അദ്ദേഹത്തിൻ്റെ കിട്ടാനുള്ള കാശ് കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് തീർക്കുവാനും, അതിലും കിട്ടിയില്ല, വീണ്ടും കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം തൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ തനിക്ക് മോർഗേജ് ചെയ്യപ്പെട്ടിരിക്കുന്ന വൈ എന്ന പ്രോപ്പർട്ടിയിലോട്ട് വരുവാനായിട്ട് സിക്ക് ബിയോട് അപേക്ഷിക്കാനുള്ള ഒരു റൈറ്റാണ് ഈ റൈറ്റ് ഓഫ് മാർഷലിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ റൈറ്റ് ഓഫ് മാർഷലിംഗ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് സബ്സീക്വന്റ് മോർഗേജി അല്ലെങ്കിൽ സബ്സീക്വന്റ് പർച്ചേസർ ആണ് ഉള്ളത്. ഇവിടെ സിക്ക് പ്രയർ മോർഗേജി ആയ ബിയോട് ചോദിക്കാം, തൻ്റെ പേരിലോട്ട് അവകാശവാദം ഉന്നയിക്കുന്നതിന് പകരം ആദ്യം മറ്റേ വസ്തുവിനോട് ക്ലെയിം എടുക്കുവാനും പിന്നീട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ പ്രോപ്പർട്ടി വൈയിലോട്ട് വരുവാനും ചോദിക്കാം. ഇങ്ങനെ ചോദിക്കാനുള്ള സിയുടെ അവകാശമാണ് ഡോക്ട്രിൻ ഓഫ് മാർഷലിംഗ്. സെക്ഷൻ 56 ഈ സബ്സീക്വന്റ് പർച്ചേസറാണ്. സെക്ഷൻ 81 സബ്സീക്വന്റ് മോർഗേജ് ആണ്. ഡോക്ട്രിൻ ഓഫ് മാർഷലിംഗ് രണ്ടിലും സെയിം ആണ്. രണ്ടാമത്തെ വ്യക്തി, സി എന്ന വ്യക്തി, പർച്ചേസർ ആണെങ്കിൽ അത് സെക്ഷൻ 56 സി സബ്സീക്വന്റ് മോർഗേജ് ആണെങ്കിൽ സെക്ഷൻ 81.